ടെൻഡൻസി കൂടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവരെ ഇത് ഉത്തേജിപ്പിക്കത്തക്ക രീതിയിലാണ് ഈ മെഡിസിൻസ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. മെഡിസിൻസ് ഇഞ്ചെക്ട് ചെയ്യുന്നത് കേട്ടിട്ട് ആരും പോയി ആ മെഡിസിൻസ് വാങ്ങിച്ച് ഇഞ്ചെക്ട് ചെയ്ത് വളരെ എക്സ്പോർട്ട് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അത് ചെയ്യാറുള്ളൂ. അത് മീനിന്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. എന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ അതെനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇഞ്ചെക്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിന് ഒരുപാട് ഫെസിലിറ്റീസ് വേണം. നമ്മളെ ഈ ചെറിയ ഫെസിലിറ്റീസിലൊന്നും അത് ബ്രീഡിങ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. ആ ഫെസിലിറ്റീസ് ഉള്ളവർ മാത്രമേ അതിനുവേണ്ടി മുതിരാവൂ. എല്ലാത്ത രീതിയിൽ നമ്മളിപ്പോൾ ചെറിയ ടാങ്കുകളിലെല്ലാം മുട്ടയിടാറുണ്ട്, വിരിയാറുണ്ട്. അതിന് റിസൾട്ട് വളരെയധികം കുറവായിരിക്കും. അതേസമയം നമ്മൾ അത്രത്തോളം അതിന് എഫോർട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഈ മെഡിസിൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോഴും ഈ പറയുന്ന പോലെ ഈ പാരന്റൽ കെയർ ഇല്ലാത്തത് കൊണ്ട് ഇവരെ നമുക്ക് ഗോൾഡ് എഗ് ഇടാൻ വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ നൂലും അല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കയറൊക്കെ പിരിത്തിടേണ്ടി വരും. ഫെർട്ടിലൈസേഷൻ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിനെ മാത്രം നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി ചൂസ് ചെയ്യുക. ബ്രീഡിങ് പോസിബിൾ ആണ്, പലരും ചെയ്യുന്നുണ്ട്, എളുപ്പമാണ്. അപ്പോ അത് ട്രൈ ചെയ്യുന്നവർക്ക് നമുക്ക് വളരെ നല്ല റിസൾട്ടും കിട്ടുന്ന ഒരു സ്ട്രെയിനാണ് ഈ കോഴിക്കാർപ്പിന്റേത്. പിന്നെ ഈ പാരന്റൽ കെയർ ഇല്ല എന്ന് പറഞ്ഞു, ബ്രീഡിംഗ് കഴിഞ്ഞ ശേഷം നമ്മൾ മെയിലോ ഫീമെയിലിനെ മാറ്റേണ്ടി വരും. മൗത്ത് സൈസ് വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. മീൻസ് നമുക്ക് വലിയ ടാങ്കുകളും കാര്യങ്ങളൊക്കെ വേണം, എന്നാൽ മാത്രമേ ഇവരെ നമുക്ക് മാർക്കറ്റബിൾ സൈസ് ആക്കിയൊക്കെ എടുക്കാൻ പറ്റൂ.